ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഷിയോമിയുടെ സബ് ബ്രാൻഡായി പോക്കോ F1 ഫസ്റ്റ് ഡിവൈസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പോക്കോ F1ൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ആദർശൻ, കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക് സെൻറ്റർ. ഏവർക്കും സ്വാഗതം. നമുക്ക് ഏവർക്കും തന്നെ പരിചയമായ ഷിയോമി ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസിൻ്റെ കിങ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനോടൊപ്പം ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഫോണുകളുടെയും ഏറ്റവും വലിയ കോമ്പറ്റീഷനായി, നിലവിലുള്ള എല്ലാ ഫ്ലാഗ്ഷിപ്പ് മോഡൽസിൻ്റെയും കോമ്പറ്റീഷനായി അല്ലെങ്കിൽ അതിനെ വെല്ലുന്നതിനായി ഷിയോമി ഇപ്പോൾ പോക്കോ എന്ന് പറഞ്ഞ സബ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ ഫസ്റ്റ് ഡിവൈസായ പോക്കോ F1 ലോഞ്ച് ചെയ്തിരിക്കുന്നു. വളരെ പ്രീമിയം ലുക്കായി തോന്നുന്ന ബ്ലാക്കും യെല്ലോയും കോമ്പിനേഷനിലാണ് പോക്കോ F1ൻ്റെ ബോക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് പിന്നിലായി നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാണാൻ സാധിക്കുന്നു. സ്നാപ്ഡ്രാഗൺ 845 നിലവിലുള്ള ഫ്ലാഗ്ഷിപ്പ് മോഡൽസ്, ഏറ്റവും ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് യൂസ് ചെയ്യുന്ന ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 845. അതിനോടൊപ്പം ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയുടെ കുറിച്ചും അതിൻ്റെ ബാക്കിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. AI ബേസ്ഡ് ഡ്യുവൽ റിയർ ക്യാമറയാണ് പോക്കോ F1 ഉള്ളത്. അതുമാത്രമല്ല 4000 mAh ബാറ്ററിയും പോക്കോ F1 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോക്കോ F1ൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റായ ഗ്രാഫൈറ്റ് ബ്ലാക്കായ 6GB റാമും 64GB ഇന്റേണൽ മെമ്മറിയും വരുന്ന പോക്കോ F1നെയാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിലുള്ള പാക്കിംഗ് ആണ് പോക്കോ F1ന് ഷിയോമി നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ കിട്ടുന്നത് എല്ലാ ഡിവൈസിലും ലഭിക്കുന്ന പോലെ വാറണ്ടി ഡീറ്റെയിൽസും ഒക്കെ തന്നെയുള്ള പേപ്പർ വർക്ക്സ് ആണ് നമുക്ക് ഫസ്റ്റ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ എല്ലാ ഷിയോമി ഡിവൈസിലും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് പോലെ സിലിക്കൺ ബേസ്ഡ് ബാക്ക് കവർ കൂടി ഫോണിനോടൊപ്പം നമുക്ക് ലഭിക്കും. വളരെ സോഫ്റ്റ് ആയിട്ടും ഫോണിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിലിക്കൺ കവർ തന്നെയാണിത്. അടുത്തായി നമുക്ക് ബോക്സിൽ കാണുന്നത് പോക്കോ F1ൻ്റെ ഡിവൈസ്. അതിനുശേഷമായി ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് പോക്കോ F1ൻ്റെ USB കേബിളും അതിനോടൊപ്പം ബ്രിക്ക് ചാർജറും കാണാൻ സാധിക്കുന്നു. ചാർജറിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഔട്ട്പുട്ട് 3 ആംപിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വിക്ക് ചാർജ് 3.0 സപ്പോർട്ട് ആവുന്ന ഡിവൈസാണ് പോക്കോ F1. അതിനോടൊപ്പം നമുക്ക് USB-C ടൈപ്പിൻ്റെ ഒരു USB കേബിളും കൂടെ ലഭിക്കുന്നുണ്ട്, ചാർജിങ് കേബിൾ. ബോക്സിനുള്ളിൽ സിം ഇഞ്ചക്ഷൻ ടൂൾ കൂടി കാണാൻ സാധിക്കും. അടുത്ത ഡിവൈസ് നമുക്ക് നോക്കാം. ഡിവൈസ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ വളരെ സോളിഡ് ഫീലാണ് കിട്ടുന്നത്. പലരും ഡിവൈസിൻ്റെ ബിൽഡ് ക്വാളിറ്റി കുറവാണ്, ഹെവി വെയിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് പല റിപ്പോർട്ടും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഹാൻഡിൽ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫീലൊന്നും ലഭിക്കുന്നില്ല. വളരെ നല്ല രീതിയിലുള്ള ഫിനിഷിങ്ങും വളരെ നല്ല രീതിയിലുള്ള ഡിസൈനിങ് ആണ് ഷിയോമി പോക്കോ F1 നൽകി. ഷിയോമി ഇപ്പോഴും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. എല്ലാ ഡിവൈസിലുള്ള ഒരു 1080p ഡിസ്പ്ലേ പോക്കോ F1ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 18.7:9 ആസ്പെക്ട് റേഷ്യോയിൽ ആണ് പോക്കോ F1ൻ്റെ ഡിസ്പ്ലേ ഡിസൈൻ. റെഗുലർ ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ് പോക്കോ F1ൽ യൂസ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് പോർഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോൺ കാണാൻ സാധിക്കും. പല സ്മാർട്ട് ഫോൺ ഡിവൈസ് മാനുഫാക്ചേഴ്സും ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് 3.5mm ഹെഡ്ഫോൺ ജാക്ക്. പക്ഷേ ഷിയോമി ഇത് സ്കിപ്പ് ചെയ്തിട്ടില്ല. 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉൾപ്പെടുത്തിയാണ് പോക്കോ F1 മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഡിവൈസിൻ്റെ ബോട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ഗ്രിൽ, ഐഫോണിലൊക്കെ കാണുന്ന പോലെ 2 ഗ്രില്ല് നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം USB-C ടൈപ്പിൻ്റെ ചാർജിങ് ഡേറ്റ പോർട്ടും. ഡിവൈസിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. AI ബേസ്ഡ് ഡ്യുവൽ ക്യാമറയാണ് റിയലിലുള്ളത്. അതിനോടൊപ്പം തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ അത്ര നല്ലൊരു പൊസിഷനിലല്ല അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈസിയായി നമുക്ക് ക്യാമറ ബമ്പിനോടൊപ്പം തെറ്റാവുന്ന ഒരു ലൊക്കേഷനിലാണ് ബിഹൈൻഡിൽ ഇത് ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ പൊസിഷൻ. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് വോളിയം അപ്പ്, വോളിയം ഡൗണിൻ്റെയും പിന്നെ പവർ സ്വിച്ചും നമുക്ക് കാണാൻ സാധിക്കും. പവർ സ്വിച്ചിൻ്റെ പൊസിഷൻ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ കംഫർട്ടബിളായുള്ള പൊസിഷനിലാണ് പവർ സ്വിച്ചിൻ്റെ ലൊക്കേഷൻ. പോക്കോ F1ൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് 2 സിം കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിം കാർഡും അതിനോടൊപ്പം ഒരു മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. ബോക്സിൽ കാണുന്ന അതേ യെല്ലോ കളറിൽ മാറ്റ് ബ്ലാക്കിൻ്റെ ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും അടുത്ത മാസത്തോടുകൂടി MIUI 10 റിലീസാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഡിവൈസിന് തീർച്ചയായും MIUI 10 അപ്ഡേറ്റ് ലഭിക്കും. തീം ചൂസറിൽ പോക്കോയ്ക്ക് വേണ്ടിയുള്ള പോക്കോയുടെ MIUI തീമും കൂടെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ ബാർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ നോച്ച് ഡിസ്പ്ലേ നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവുന്നുണ്ട്. ബാറ്ററി ഐക്കണും അതിനോടൊപ്പം സിം ഐക്കണിൻ്റെയും സിമ്പൽ നോച്ചിൽ വളരെ മനോഹരമായി കാണാൻ സാധിക്കും. ഫോൺ
നമുക്ക് സെറ്റിങ്സിലേക്ക് കയറാം. എബോട്ട് ഫോൺ സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ 6GB റാമും 64GB ഇന്റേണൽ മെമ്മറിയുമുള്ള വെർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ പോക്കോ ഔട്ട് ഓഫ് ബോക്സ് ആൻഡ്രോയിഡ് 8.1 ഓറിയോയിലാണ് പോക്കോ F1 റൺ ആവുന്നത്. എല്ലാ ഷിയോമി ഡിവൈസിലുള്ള പോലെ വളരെ വേഗതയോടുകൂടി ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നൈസ് ചെയ്ത് അൺലോക്ക് ആവുന്ന നല്ല ക്വാളിറ്റിയുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ് പോക്കോ F1 അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ പോക്കോ F1 ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ IR ബ്ലാസ്റ്റോട് കൂടിയ ഫേസ് റെക്കഗ്നേഷനാണ്. ഫേസ് റെക്കഗ്നേഷൻ എനേബിൾ ആക്കാൻ നമുക്ക് വളരെ ഈസി സെറ്റപ്പാണ്. ജസ്റ്റ് ഡിവൈസ് ഫേസ് കാണിച്ചപ്പോൾ തന്നെ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. IR ബ്ലാസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലോ ലൈറ്റ് സിറ്റുവേഷനിലായിരുന്നാൽ പോലും നമ്മുടെ ഫേസ് റെക്കഗ്നേഷൻ വളരെ ഈസിയായി ഡിവൈസിന് സാധിക്കും. ഫിംഗർ പ്രിൻ്റ് അത്ര ഫാസ്റ്റ് അല്ല പോക്കോ F1 ഫേസ് റെക്കഗ്നേഷൻ എങ്കിലും ഫ്യൂച്ചർ അപ്ഡേറ്റിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഇതിൻ്റെ തീർച്ചയായും സോൾവ് ചെയ്യുന്നതായിരിക്കും. നമുക്കതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയും അതിൻ്റെ സൗണ്ട് കൂടി ചെക്ക് ചെയ്യാം. വളരെ നല്ല വ്യൂയിങ് ആംഗിളാണ് പോക്കോ F1 ഉള്ളത്. ഡ്യുവൽ ഗ്രില്ലായിട്ട് തോന്നുമെങ്കിൽ സിംഗിൾ സ്പീക്കർ സെറ്റപ്പാണ് പോക്കോ F1 ഉള്ളത്. വളരെ മോശമായ രീതിയിലാണ് സ്പീക്കറിൻ്റെ പൊസിഷൻ ഉള്ളത്, കാരണം സ്പീക്കറെ മഫിളാവാൻ ചാൻസ് കൂടുതലാണ്. ഇതൊരു ഗെയിം കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീഡിയോ പ്ലേബാക്ക് ചെയ്യുന്ന സമയത്തോ കൈകൊണ്ട് സ്പീക്കർ മഫിളാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 845 ചിപ്സെറ്റ് ആയതിനാൽ തന്നെ ഫോൺ ഒരു കാരണവശാലും ഹാങ് ആവുമെന്നോ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ നമുക്ക് പേടിക്കാനുള്ള ഒരാവശ്യമില്ല. ഇതിൻ്റെ പോക്കോ F1 ഏറ്റവും അടുത്ത കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് OnePlus 6ഉം Asus ZenFone 5C ആണ്. OnePlus 6ൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 35,000 രൂപയാണ് OnePlus 6ൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. Asus ZenFone 5C നോക്കുകയാണെങ്കിൽ 30,000 റുപ്പീസാണ് അതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പോക്കോ F1 വെറും 21,000. OnePlus 6ൻ്റെയും 5Cയുടെയും എല്ലാ കോൺഫിഗറേഷനോട് കൂടിയ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഡിവൈസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഇന്ത്യയിൽ പോക്കോ F1 ഡിവൈസ് ലോഞ്ച് ചെയ്തതോടുകൂടി തരംഗം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടെക് സെൻറ്ററിന് വേണ്ടി ആദർശ്. താങ്ക്സ് ഫോർ വാച്ചിങ്.